الحمد لله الواحد القهار غافر الذنب وقابل التوبة شديد العقاب المتفرد بالبقاء والدوام والمتفضل على عباده بالإحسان والإنعام أحمده حمد من قال ربي الله ثم استقام الصلاة والسلام على رسوله المصطفى الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم من أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا സ്നേഹാദരനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരീ സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അനുഷ്ഠിച്ചും പാലിച്ചും ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അല്ലാഹു അവന്റെ വിധിവിലക്കുകളെ യഥാവിധി അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന നല്ലവരായ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അടുത്ത് ഒരു മനുഷ്യൻ ഉന്നതനും ഉത്കൃഷ്ടനുമാകുന്നത് അയാളുടെ ജനനവും മരണവും പരിഗണിച്ചല്ല, മറിച്ച് അയാളുടെ കർമ്മങ്ങളെ പരിഗണിച്ചാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ആദരണീയം അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഭക്തിയോടുകൂടി ജീവിക്കുന്നവരാകുന്നു എന്നുള്ളതാണ്. ഇന്ന കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അയാൾ മഹാനാണ്, ഇന്ന സാഹചര്യത്തിൽ മരണപ്പെട്ടതുകൊണ്ട് അയാൾ മഹത്വമുള്ള ആളാണ് എന്നതിനപ്പുറത്ത് അവിശ്വാസികളുടെയും വിശ്വാസികളുടെയും ജനന മരണങ്ങൾ സമമാണ് എന്നും, എന്നാൽ അവരുടെ കർമ്മങ്ങളാണ് അള്ളാഹുവിന്റെ അടുത്ത് ഒരാളെ ഉന്നതനാക്കി മാറ്റുന്നത് എന്നതും പരിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. ഇവിടെ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുന്നതും സ്വർഗം ലഭിക്കുന്നതും വിചാരണ എളുപ്പമാകുന്നതും മീസാനിൽ കനം തൂങ്ങുന്നതുമൊക്കെ അമലുകളെ പരിഗണിച്ചാണ്. അതുകൊണ്ട് വിശ്വാസികൾക്ക് ജനന മരണങ്ങൾക്കിടയിലുള്ള ഈ സമയം അനുവദിക്കപ്പെട്ടിട്ടുള്ളത് കർമ്മങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ പ്രയത്നവും അധ്വാനവും വ്യത്യസ്തമാണ്. എല്ലാവരും ഒരേപോലെ കർമ്മനൈരന്തര്യത്തിന്റെ സക്രിയ സാന്നിധ്യങ്ങളല്ല, മറിച്ച് ഉദാസീനതയും നിഷ്ക്രിയത്വവും അലസതയും മടിയും ഈമാനിന്റെയും ഇഖ്ലാസിന്റെയും തൗഫീഖിന്റെയും ഒക്കെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് വിശ്വാസികളുടെ മേൽ ബാധ്യതപ്പെട്ടത്. മനുഷ്യരുടെ കൂട്ടത്തിൽ
ളാലിമുൻ ലിനഫ്സിഹി, തന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ച് തന്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ പരലോകത്ത് തന്നെ പ്രതിയാക്കി ജീവിക്കുന്ന ആളുകളുണ്ട്. വമിൻഹും മുഖ്തസിദുൻ, എല്ലാം ഒരു മിത ലെവലിൽ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. എന്നാൽ സാബിഖുൻ ബിൽ ഖൈറാത്ത്, നന്മയിൽ അതിവേഗതയിൽ കുതിച്ചു പാഞ്ഞ് മുന്നേറുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിൽ ജനങ്ങൾ കർമ്മങ്ങളെ സമീപിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ആരാണോ പരലോകം ലക്ഷ്യം വെച്ച് പരലോകത്തിന് വേണ്ടി പറയപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നത്, അവരുടെ കർമ്മങ്ങളെ നന്ദിയോടുകൂടി സ്വീകരിക്കുമെന്ന് അല്ലാഹു ഖുർആനിലൂടെ അറിയിക്കുന്നു. മൻ അറാദൽ ആഖിറ, ആരാണോ പരലോകം ലക്ഷ്യം വെക്കുന്നത്, വസഅലഹ സഅയഹ, എന്നിട്ട് ആ പരലോകത്ത് രക്ഷപ്പെടാൻ നിശ്ചയിക്കപ്പെട്ട കർമ്മങ്ങൾ കൊണ്ട് അധ്വാനിക്കുന്നത്, വഹുവ മുഅ്മിൻ, സത്യവിശ്വാസി ആയ നിലക്ക്, ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അവരുടെ കർമ്മങ്ങളെ നന്ദിയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. ഇന്ന ഹാദാ കാന ലക്കും ജസാഅൻ വകാന സഅയുഹും മഷ്കൂറ, തീർച്ചയായും നിങ്ങൾക്കുള്ള പ്രതിഫലം ഇതാ, കാരണം നിങ്ങളുടെ പ്രയത്നങ്ങളെ നന്ദിയോടുകൂടി സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഒരു സാക്ഷാത്കാരമാണ്. അധ്വാനത്തിന്റെ നേട്ടം കാണുന്ന ദിവസമാണ്. ആത്മസംതൃപ്തിയുടെയും സന്തോഷത്തിന്റെയും വിശ്വാസികളുടെ ആഹ്ലാദത്തിന്റെയും ഉത്സവത്തിന്റെയും ഒരു നിമിഷമാണ്. അല്ലാഹു കർമ്മങ്ങളെ സ്വീകരിച്ച് നന്ദിയോടുകൂടി അത് സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഇവിടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ പ്രധാനമായും 2 മാനദണ്ഡങ്ങൾ പ്രാമാണികമായി നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് ഇഖ്ലാസുൻ നിയ്യ, ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന നിഷ്കളങ്കതയും നിഷ്കപടതയുമാണ്. അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഭൗതികമായ ഒരു താല്പര്യങ്ങളെയും ലാക്കാക്കാതെ മറ്റുള്ള ആളുകളുടെ പ്രശംസകൾക്ക് വേണ്ടിയോ ലോകമാന്യതയ്ക്ക് വേണ്ടിയോ ചെയ്യാതെ ആരും കാണാത്ത സാഹചര്യത്തിൽ പടച്ചറപ്പിന്റെ പ്രീതിയും പ്രതിഫലവും മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുക. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അങ്ങേയറ്റത്തെ നിഷ്കളങ്കതയോടുകൂടി പരിപൂർണമായ കീഴ്വണക്കം പടച്ചറപ്പിന് മാത്രം സമർപ്പിച്ച് ആരാധനകൾ ചെയ്യുവാനാണ് വിശ്വാസി സമൂഹം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ ആരാധനയുടെ ചേതോവികാരത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായി കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും മാത്രം ആഗ്രഹിക്കുന്ന കർമ്മങ്ങൾക്കാണ് പ്രതിഫലം ലഭിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇഖ്ലാസ്, അങ്ങേയറ്റത്തെ നിഷ്കളങ്കത, പടച്ചറപ്പിൽ നിന്നുള്ള ആഗ്രഹത്തോടുകൂടി നാം ചെയ്യുക എന്നതാണ്. മറ്റൊന്ന് ഇത്തിബാഅ്, ചെയ്യുന്ന കർമ്മങ്ങൾ നുബുവത്തിന്റെ കയ്യൊപ്പും റിസാലത്തിന്റെ അംഗീകാരവുമുള്ള കർമ്മങ്ങളായിരിക്കണം. അല്ലാഹുവും റസൂലും പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകന്റെ തിരുമൊഴികളിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയും പഠിപ്പിക്കപ്പെട്ട സ്വർഗത്തിനു വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട കർമ്മങ്ങളായിരിക്കണം വിശ്വാസികൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും, നിങ്ങളുടെ മതം പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. അതോടൊപ്പം പടച്ചറപ്പിന്റെ ഈ മതമെന്ന അനുഗ്രഹത്തെ നിങ്ങൾക്ക് സമ്പൂർണമായി അനുവദിച്ചു നൽകുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിലേക്ക് പുതുതായി ഒന്നും കടത്തി കൂട്ടാനില്ല, ഇതിൽ നിന്ന് ഒന്നും വെട്ടിമാറ്റാനുമില്ല. നിങ്ങൾക്ക് സ്വർഗം കിട്ടണം, അതിനാവശ്യമായ മുഴുവൻ കാര്യങ്ങളും വഹയ്യായി നിങ്ങൾക്കിതാ വന്നു ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് ഫോളോ ചെയ്യുകയും അനുധാവനം ചെയ്യുകയും ചെയ്യൽ കർമ്മങ്ങളുടെ സ്വീകാര്യതയ്ക്ക് അനിവാര്യമാണ്. നിങ്ങളെ പടച്ചു പോറ്റുന്ന നിങ്ങളുടെ അള്ളാഹുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം.
എന്നെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ കർമ്മങ്ങൾ. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് അവതീർണമായി വന്നു കിട്ടിയതിനെ അതേപോലെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നതാണ് ഇസ്ലാമികമായ അധ്യാപനം. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് നമുക്ക് മാതൃകയായിട്ടുള്ളത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. അദ്ദേഹം എങ്ങനെ വിശ്വസിച്ചുവോ അതേപോലെ വിശ്വസിക്കുക, അദ്ദേഹം എങ്ങനെ ആരാധിച്ചുവോ അതുപോലെ അള്ളാഹുവിനെ ആരാധിക്കുക. അള്ളാഹുവിന്റെ റസൂല് അനുഷ്ഠാന മുറകൾ ഏതൊരു നിലക്ക് പഠിപ്പിച്ചു തന്നുവോ അതേപോലെ അനുഷ്ഠാന മുറകളെ മുന്നോട്ട് കൊണ്ടുപോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ നമസ്കരിച്ച്, നോമ്പെടുത്തതുപോലെ നോമ്പെടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിനരാത്രങ്ങൾക്കും പവിത്രത കൽപ്പിച്ചതുപോലെ പവിത്രത കണ്ട് ആ സമയങ്ങളിലൊക്കെ കർമ്മങ്ങൾ കൊണ്ട് ഉയർന്ന് പ്രവർത്തിച്ച് ജീവിക്കുക എന്നതാണ് ഇത്തിബാഅ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നവർ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ കർമ്മ വിഷയത്തിൽ അനുഷ്ഠാന മുറകളിലൊക്കെ അതേപോലെ പിൻപറ്റണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സ്വല്ലു, നിങ്ങൾ നമസ്കരിക്കുവിൻ, കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചുവോ അതേപോലെ നിങ്ങൾ നമസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു കിതാബിനെ മാത്രം അടിസ്ഥാനമാക്കി നമസ്കരിക്കണം, ഏതെങ്കിലും ഒരു മദ്ഹബിൽ വന്നത് അടിസ്ഥാനത്തിൽ നിങ്ങൾ നമസ്കരിക്കണം എന്നതല്ല. മദ്ഹബിന്റെ ഇമാമുമാർ പോലും പഠിപ്പിച്ചത്, ഞങ്ങൾ പറഞ്ഞതിനപ്പുറത്ത് നിങ്ങൾക്ക് സ്വഹീഹായ പ്രവാചകന്റെ തിരുമൊഴികൾ വന്നു കിട്ടിയാൽ നിങ്ങൾ അതിനെ സ്വീകരിക്കുകയും ഞങ്ങളുടെ വാക്കിനെ മാറ്റിവെക്കുകയും ചെയ്യണം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ ചൂണ്ടി പറഞ്ഞു, ലോകത്ത് ആരുടെ വാക്കുകളിലും തള്ളേണ്ടതും കൊള്ളേണ്ടതുമുണ്ട്. എന്നാൽ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ലോകത്തിന്റെ ഗുരുനാഥനായ മനുഷ്യവർഗത്തിന്റെ വഴികാട്ടിയായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ തള്ളേണ്ടതില്ല, എല്ലാം പൂർണ്ണമായി കൊള്ളേണ്ടതാണ്. അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നു കിട്ടിയ മുഴുവൻ കാര്യങ്ങളെയും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അതേപോലെ ഫോളോ ചെയ്യുക എന്നതാണ് വിശ്വാസികൾ പരലോകത്ത് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ അവർ സ്വീകരിക്കേണ്ട മാനദണ്ഡം എന്നതാണ് ഇസ്ലാമികമായി അൽഹംദുലില്ലാഹ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ റുകൂഅ്, നമ്മുടെ സുജൂദ്, നമ്മുടെ ഇഅ്തിദാലുകൾ, നമ്മുടെ അംഗചലനങ്ങൾ, നമ്മുടെ സകനാത്തുകൾ, നമ്മുടെ ഹറകാത്തുകൾ, നമ്മുടെ അദ്കാറുകൾ, അതെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് പ്രകാരമാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്നതാണ് നാം ഇവിടെ പരലോകത്ത് കർമ്മങ്ങളെ സ്വീകരിക്കപ്പെടുന്ന വിഷയത്തിൽ മാനദണ്ഡമാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ആ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ഏറ്റവും കണിശമായി പെർഫെക്ഷൻ ലെവലിൽ അത് നിർവഹിച്ചിരിക്കണം എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. എന്തായാലും ഉളുവെടുക്കുന്നുവെങ്കിൽ അതിനെ സമ്പൂർണമായി ഉളുവെടുത്ത് സമ്പൂർണമാക്കി ഏറ്റവും നല്ല രൂപത്തിൽ ഉളുവെടുക്കണം. നമസ്കരിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു സ്വീകരിക്കുന്ന തരത്തിൽ നമസ്കാരം പൂർണ്ണമാക്കണം. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു അബ്ദ, ഒരടിമയെ അല്ലാഹുവിന് ഇഷ്ടമാണ്. എങ്ങനത്തെ അടിമ? ഇദാ അമില അമലൻ അൻ യുത്ഖിന, തന്റെ ഏറ്റവും നല്ല രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരാൾ അമല് ചെയ്യുന്നുവെങ്കിൽ ആ അമല് ചെയ്യുന്ന പ്രവർത്തി ചെയ്യുന്ന വ്യക്തിയെ, അടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നതാണ്. അതുകൊണ്ട് പൂർണ്ണമായും നമ്മുടെ അംഗചലനങ്ങളെ ഭക്തി സാന്ദ്രമായി, നമ്മുടെ നോമ്പുകളെ ഭക്തി പൂർണ്ണമായി നിർവഹിച്ച് പൂർത്തീകരിക്കുക എന്നത് പരലോകത്തെ അമലുകൾ സ്വീകരിക്കപ്പെടാൻ മാനദണ്ഡമാണ്. അതോടൊപ്പം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അല്ലാഹുവേ നീ പ്രതിഫലം തരണേ, ഇതിനെ നീ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഒരു വിശ്വാസി തന്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അല്ലാഹുവിന്റെ അടുത്ത് അമലുകൾ സ്വീകരിക്കപ്പെടുക എന്നതും ഇതിൽ മാനദണ്ഡമാണ്. അതോടൊപ്പം
താൻ ചെയ്യുന്ന കർമ്മങ്ങൾ ബിദ്അത്തല്ല, പുത്തനാചാരമല്ല, കടത്തിക്കൂട്ടിയതല്ല, കള്ളനാണയമല്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യതയും വിശ്വാസി സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ മതം സ്വീകരിക്കുമ്പോൾ ആരിൽ നിന്ന് മതം സ്വീകരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഫൽയൻദുർ, അവൻ നോക്കട്ടെ, ബിമയുഖാലിൽ, ആരുമായി സഹവർത്തിക്കുന്നു, ആരുടെ പാർശ്വവർത്തിയായി നടക്കുന്നു എന്നത് അവൻ പരിഗണിക്കണം. അമ്മൻ തഅഖുദൂന ദീനക്കും, നിങ്ങളുടെ ദീന് ആരിൽ നിന്ന് സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം എന്ന് ഇസ്ലാം പഠിപ്പിക്കാനുള്ള കാരണം, എല്ലാ പണ്ഡിതന്മാരെയും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. പണ്ഡിതന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചവർ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, അല്ലാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെടുന്ന പണ്ഡിതന്മാർ, പടച്ച റബ്ബിനെ പേടിക്കുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരിൽ നിന്ന് ദീൻ സ്വീകരിക്കണം. ശർറുന്നാസി തഹ്ത അദീമിസ് സമാ അൽ ഉലമാ, ഭൗമോപരിതലത്തിൽ ആകാശമേലാപ്പിന്റെ ചുവട്ടിലെ ഏറ്റവും വൃത്തികെട്ട സമൂഹം പണ്ഡിതന്മാരാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പണ്ഡിതന്മാരെ കുറിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരിൽ നിന്ന് ജനങ്ങളെ വഞ്ചിക്കുന്ന സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയും സത്യത്തെ മറച്ചുവെക്കുകയും സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കുഴച്ച് സത്യം മറച്ചുവെച്ച് പുകമറകൾ സൃഷ്ടിച്ച് തെറ്റായ ലോകത്തേക്ക് നമ്മുടെ ദീനിനെ നയിച്ചു കൊണ്ടുപോകുന്ന കള്ളനാണയങ്ങളെ ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ സ്വീകരിക്കുന്ന വിഷയത്തിൽ കൃത്യമായി മാനദണ്ഡമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത് കാണണമെങ്കിൽ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ, ചില മനുഷ്യർ പരലോകത്ത് വരാനുണ്ട്. അവർ ജോലിയെടുത്ത് ക്ഷീണിച്ചവരാണ്, ഉറക്കമിളച്ച് കുഴഞ്ഞു പോയവരാണ്, രാവും പകലും വിയർപ്പൊഴുക്കി അധ്വാനിച്ചവരാണ്. പക്ഷേ അവർ പോകുന്നത് കത്തിയാളുന്ന നരകത്തിലേക്കാണ് എന്ന് അധ്വാനങ്ങൾ വിഫലമായി പോയവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാല, ജോലിയെടുക്കാത്തവരല്ല, അധ്വാനിക്കാത്തവരല്ല, പരലോകത്തിന് വേണ്ടി അധ്വാനിച്ച മനുഷ്യരെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? അവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അവർ കള്ളു കുടിക്കുന്നവരാണ് എന്നല്ല, അവർ പൊന്നു പിടിക്കുന്നവരാണ് എന്നല്ല, അവർ വൃത്തികേടുകൾ ചെയ്യുന്നവരാണ് എന്നല്ല, അവർ വിചാരിക്കുന്നത് തങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ല കർമ്മങ്ങളാണ് എന്ന് വിചാരിച്ച് കർമ്മങ്ങൾ പൊളിഞ്ഞു പോയവർ ആരാണവർ? അവർ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ തെറ്റിപ്പോയവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസുന്നതി, നിങ്ങൾ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ മുറുകെ പിടിക്കേണ്ടത് എന്റെ ചര്യകളെയാണ്, എന്റെ സുന്നത്തിനെയാണ്. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീൻ, സച്ചരിതരും സന്മാർഗികളുമായ ഖുലഫാഉർ റാഷിദീങ്ങളുടെയും സൽക്കർമ്മങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം. കാരണം എന്റെ കർമ്മങ്ങളുടെ പകർത്തു പുസ്തകങ്ങളാണ് എന്റെ അനുചരന്മാർ. അതുകൊണ്ട് അവരുടെ അമലുകളിലേക്ക് നിങ്ങൾ നോക്കണം, എന്റെയും അമലുകളെയും നിങ്ങൾ നോക്കണം. അല്ലാഹു അലൈക ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് എന്റെ സുന്നത്തുകളെ കടിച്ചു പിടിക്കണം. സുന്നത്തുകളെ വലിച്ചെറിയുകയല്ല, സുന്നത്തുകളെ വിട്ടുകൊടുക്കുകയല്ല. നിങ്ങളുടെ പല്ലിന്റെ കൂട്ടത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പല്ലായ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം എന്റെ സുന്നത്തുകളെ. ഞാൻ എന്താണോ നിങ്ങളോട് ഓരോ കാര്യങ്ങളും, നമസ്കരിക്കുന്നിടത്ത്, ഒളുവെടുക്കുന്നിടത്ത്, നോമ്പെടുക്കുന്നിടത്ത്, വസ്ത്രം ധരിക്കുന്നിടത്ത്, സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുന്നിടത്ത്, രാഷ്ട്രീയ രംഗങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നിടത്ത്, വൈയക്തിക ബന്ധങ്ങളിൽ, സാമൂഹിക ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, വൈവാഹിക ജീവിതങ്ങളിൽ, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും എന്റെ സുന്നത്ത് നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ സുന്നത്തിനെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് വിടാതെ സൂക്ഷിക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രവുമല്ല, ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതിനപ്പുറത്തേക്ക് കടന്നു ചെയ്യരുത് നിങ്ങൾ. വലാ യാ അയ്യുഹല്ലദീന ആമനു, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും മുൻകടന്ന് നിങ്ങൾ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്കായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയുണ്ട്, അത് നിങ്ങൾ ചെയ്താൽ മതി. അത് ചെയ്താൽ തന്നെ
നിങ്ങൾക്ക് സ്വർഗത്തിലെത്താവുന്ന വിഭവങ്ങൾ അതിലുണ്ട്. ഇവിടെ ഒരു പവിത്ര മാസം പിറന്നിരിക്കുകയാണ്. റജബ് മാസം ഇസ്ലാം പവിത്രമായി കണ്ട അശ്ഹുറുൽ ഹുറും ഏറ്റവും പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം എന്നത് പരിശുദ്ധ ഖുർആൻ സ്പഷ്ടീകരിച്ച ഒരു കാര്യമാണ്. ആ റജബ് മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചില പുരോഹിതന്മാർ അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ പഠിപ്പിക്കാത്ത തരത്തിലുള്ള നോമ്പും നമസ്കാരവും അനുഷ്ഠാന കർമ്മങ്ങളും ഒരു സമൂഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് റജബ് മാസത്തിന്റെ മഹത്വം? അത് യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. അത് പാപം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. ഫലാ തുളിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളോടോ ജനങ്ങളോടോ പടച്ചറപ്പിനോടോ ഒരു ദുൽമും പ്രവർത്തിക്കരുത് എന്ന് അള്ളാഹു പാപവും അതേപോലെ അക്രമവും അനീതിയും പാടില്ല എന്ന് പറഞ്ഞ പവിത്രമാക്കപ്പെട്ട മാസമാണ്. ദുൽമ് എന്ന് പറയുന്നത് പടച്ചറപ്പിനോട് ചെയ്യുന്നവരുണ്ട്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെ സമ്മതിക്കാതെ അള്ളാഹുവിൽ പങ്കുചേർത്ത് ജീവിക്കുന്നവർ അള്ളാഹുവിനോട് അക്രമം പ്രവർത്തിക്കുന്നവരാണ്. സഹജീവികളെയും കീഴുദ്യോഗസ്ഥരെയും അതേപോലെ തൊഴിലാളികളെയും കുടുംബത്തിലുള്ളവരെയും ആശ്രിതരെയും ഉപദ്രവിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണുവാൻ സാധിക്കും. സമൂഹത്തിലുള്ള ഒരു മനുഷ്യർക്ക് നേരെയും നിങ്ങളുടെ നാവോ നിങ്ങളുടെ കൈകളോ നിങ്ങളുടെ അതിക്രമ പ്രവർത്തനങ്ങളോ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകമായി വിലക്കിയ പവിത്രമാക്കപ്പെട്ട മാസമാണ് റജബ് മാസം എന്ന് പറയുന്നത്. അതോടൊപ്പം സ്വന്തത്തെ പരലോകത്ത് പ്രതിയാക്കുന്ന രീതിയിൽ പാപങ്ങളിലേക്ക് കൊണ്ടുപോയി ദുൽമ പ്രവർത്തിക്കരുത് എന്നും സ്വന്തത്തിന്റെ വിഷയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയ സുദിനമാണ് റജബ് മാസം എന്ന് പറയുന്നത്. എന്നാൽ ഇമാം നവവിയും ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുള്ളയും ഒക്കെ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചതുപോലെ പ്രത്യേകമായി റജബ് മാസത്തിൽ ഇതര മാസങ്ങളെ അപേക്ഷിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേക സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ റജബ് വന്നു കഴിഞ്ഞാൽ മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന രണ്ട് മുഅ്ജിസത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ട് ആ രാവിൽ നിന്ന് നമസ്കരിക്കുകയും അതിന്റെ പകലിൽ നോമ്പെടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് മിഅ്റാജ് നോമ്പ് എന്ന് പറഞ്ഞൊരു പ്രത്യേകമായ നോമ്പ് സമൂഹത്തിൽ പുണ്യമെന്ന് കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ പുരോഹിതന്മാർ സമൂഹത്തിലെ പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ ഇങ്ങനെ ഒരു നോമ്പ് നോറ്റതായി ഒരു സ്വഹീഹായ ഹദീസിൽ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിൽ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇസ്രാ സംഭവിച്ചിട്ടുണ്ടോ? സംഭവിച്ചിട്ടുണ്ട്. മിഅ്റാജ് സംഭവിച്ചിട്ടുണ്ടോ? സംഭവിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖിനെയും കൊണ്ട് ബുറാഖ് എന്ന മൃഗത്തിൽ 7 വാരങ്ങൾക്ക് മുകളിലേക്ക് പടച്ചറപ്പിന്റെ സന്നിധിയിൽ ചെന്ന് നമസ്കാരമെന്ന ശ്രേഷ്ഠമായ ആരാധന നിയമമാക്കപ്പെട്ട മഹത്തായ സംഭവമാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ആ മിഅ്റാജ് സംഭവിച്ചത് ഏറ്റവും സ്വഹീഹായ ഹദീസ് പ്രകാരം റമളാനിന്റെ അവസാനത്തിലോ ശഅബാനിന്റെ ആദ്യത്തിലോ ആണ്. അതല്ലാതെ റജബ് മാസത്തിലോ ആ റജബിന്റെ ഏതെങ്കിലും ഒരു ദിവസത്തിലോ അല്ല. 10ഓളം അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുന്നിടത്ത് റജബ് എന്നത് വിദൂര സാധ്യത മാത്രമാണ്. എന്നാൽ ഈ റജബ് മാസത്തിൽ ഒരു മിഅ്റാജ് നോമ്പുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ കൊണ്ട് അത്തരം ഒരു നോമ്പ് തോൽപ്പിക്കുന്നത് ഇസ്ലാമികമായി ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് പോകുന്ന പാപമായി കുല്ല ബിദ്അത്തുൻ ദലാല വകുല്ല ദലാലത്തുൻ ഫിന്നാർ. എല്ലാ പുത്തനായി ഉണ്ടാക്കപ്പെടുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് വഴികേടാണ്. ആ വഴികേട് നരകത്തിലേക്കാണ് എന്നതാണ്. മറ്റൊന്ന് സ്വലാത്തുർ റഗായിബ് എന്ന് പറയുന്ന ഒരു നമസ്കാരമാണ്. റജബ് മാസത്തിലെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയുടെ രാവിൽ ആ രാത്രി നിന്ന് 12 റക്അത്ത് നമസ്കരിക്കുക, അല്ലെങ്കിൽ റജബ് മാസത്തിൽ നമസ്കരിക്കുക എന്ന് പറയുന്ന ഒരു ആരാധന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കപ്പെട്ടതോ പഠിപ്പിക്കപ്പെട്ടതോ നബി തങ്ങൾ മാതൃക കാണിച്ചതോ അല്ല. അതുകൊണ്ട് അത്തരത്തിൽ ഒരു റജബ് മാസത്തിൽ ഒരു നമസ്കാരമുണ്ട് എന്ന് പറയുന്നത് ഇസ്ലാമികമായി പരിശോധിക്കുമ്പോൾ അത് ബിദ്അത്താണ്. മറ്റൊന്ന്, റജബ് മാസത്തിൽ ഉംറക്ക് പോകുന്നത് വലിയ മഹത്വമാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ
ഉംറക്ക് പോകുന്നത് കാണാം. റജബ് മാസത്തിൽ മസ്ജിദുൻ നബവിയിൽ ചെല്ലുന്നത് പുണ്യമാണ്, അത് പ്രത്യേകം സുന്നത്താണ് എന്ന് പറഞ്ഞ് റജബ് മാസത്തിൽ മസ്ജിദുൻ നബവിയും റസൂലുള്ളാഹിയുടെ റൗളയും സിയാറത്ത് ചെയ്യാൻ പോകുന്ന ആളുകളെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ റജബ് മാസത്തിൽ സന്ദർശിക്കുന്നത് വലിയ പുണ്യകരമാണ് എന്ന വിശ്വാസവും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉദ്ഹിയ്യത്തുർ റജബിയ്യ, റജബ് മാസത്തിൽ ഒരു പ്രത്യേകമായ ബലികർമ്മം നിർവഹിച്ചുകൊണ്ട് പ്രതിഫലം നേടുന്നതും പുണ്യത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഫർഅ വലാ അതീറ. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഫർഅ എന്ന് പറയുന്ന ഒരു ബലികർമ്മത്തിന്റെ ചടങ്ങുണ്ടായിരുന്നു ജാഹിലിയ്യത്തിലെ അന്ധവിശ്വാസം സ്വീകരിച്ച ആളുകൾക്ക്. അതായത് തങ്ങളുടെ ആടുമാടുകളിൽ നിന്ന് ആദ്യം ഏതെങ്കിലും ഒരാടിന് കുഞ്ഞിനെ പ്രസവിച്ചാൽ അതിന്റെ പേരിൽ ബലിയെറുക്കുക എന്നതാണ് ഫർഅ. അതീറ എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിൽ പ്രത്യേകം പുണ്യം കണ്ട് ബലിയെറുക്കുന്ന രീതിയാണ്. ഈ ജാഹിലിയ്യത്തിന്റെ ശേഷിപ്പുകളെ സ്വീകരിച്ചവരാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ ലംഘിച്ചവരാണ് ഈ റജബ് മാസത്തിൽ ഇത്തരത്തിലുള്ള ബലികർമ്മങ്ങളെ നിർവഹിച്ചു വരുന്നത്. മാത്രവുമല്ല, അള്ളാഹുവിന്റെ റസൂല് ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഒരിക്കലും തിരിഞ്ഞു നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു റെഗുലറായ രൂപത്തിൽ ഒരു കൂട്ടുപ്രാർത്ഥന നടത്തിയതും നമുക്ക് കാണാൻ സാധിക്കില്ല. ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനായ പരിപാവനമായ മിമ്പറിന്റെ ചുവട്ടിൽ മിഹ്റാബിലിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചാൽ ആ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും അതിന്റെ ഗുണഫലങ്ങൾ കിട്ടും. എന്നാൽ ഫർള് നമസ്കാരത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈകൾ ഉയർത്തി ഒരു റെഗുലർ സ്വഭാവത്തിൽ ഒരിക്കൽ പോലും ഇത്തരത്തിലൊരു പ്രാർത്ഥന നിർവഹിച്ചതായി മാതൃക കാണിച്ചതായി നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ പ്രവർത്തനം തന്നെ ബിദ്അത്താണ്. അതിനു പുറമെ റജബ് പിറന്നു കഴിഞ്ഞാൽ അല്ലാഹുവേ ഞങ്ങൾക്ക് റമളാൻ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന നിരന്തരമായി ചൊല്ലിപ്പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അതൊരു പ്രത്യേകമായ പുണ്യമാണ് എന്ന് വിശ്വസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിക്കാത്ത തരത്തിൽ അത്തരം പ്രാർത്ഥിക്കുന്നതും ബിദ്അത്തിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുക എന്നത് ഈ വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ റജബുൻ ശഹ്റുല്ലാഹ്, ശഅബാൻ ശഹ്രി, റമളാൻ ശഹ്റു ഉമ്മത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു പണ്ഡിതൻ പ്രസംഗിക്കുകയും ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്ത് അള്ളാഹുവിന്റെ മാസമാണ് റജബ് എന്ന് പറഞ്ഞ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇത് ഷിയാക്കൾ കെട്ടിച്ചേർത്ത ഒരു ഹദീസ് മാത്രമാണ്, ഇസ്ലാമിന്റെ പേരിൽ മൗദൂആയി വന്ന ഒന്നാണ്. അത് വെച്ചിട്ടാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഇങ്ങനെ ഒരു ഹദീസ് പ്രവാചകനിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എന്റെ പേരിൽ കളവ് പറഞ്ഞാൽ അവന്റെ സീറ്റ് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് കടുത്ത നരകത്തിലാണ് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞ് ഇത്തരം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അല്ലാഹുവോ റസൂലോ പഠിപ്പിക്കാത്ത കർമ്മങ്ങളെയും സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്ത് ജനങ്ങളെ കൊണ്ട് ബിദ്അത്ത് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വൻ പാപമാണ് എന്നതാണ് ഇസ്ലാം നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി മാതൃക കാണിച്ച് പഠിപ്പിച്ചു തന്നതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അതല്ലാത്ത പക്ഷം ഈ കർമ്മങ്ങളൊക്കെ അസ്വീകാര്യമാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമൊഴികളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ പ്രമാണങ്ങളെ നെഞ്ചേറ്റി പഠിച്ച് അതിനനുസരിച്ച് അമലുകളെ ക്രമീകരിക്കുന്ന നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على خير خلقه محمد نبينا صلى الله عليه وآله وصحبه وسلم. സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും പാലിച്ചും ഓരോ കാലടിയും മുന്നോട്ട് വെക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക, നിങ്ങൾ സൂക്ഷിക്കണം, വമുഹദസാത്തുൽ ഉമൂർ, മതകാര്യങ്ങളിൽ പുതുതായി കടത്തിക്കൂട്ടുന്നതിനും നിങ്ങൾ സൂക്ഷിക്കണം.
ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, പുതുതായി കടത്തിക്കൂട്ടുന്ന എല്ലാ കർമ്മങ്ങളും അത് വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. മറ്റൊരു ഹദീസ്, മൻ അമില അമലൻ, ആരെങ്കിലും ഒരു കർമ്മം നിർവഹിക്കുന്നു, ലൈസ അലൈഹി അംറുന, അങ്ങനെ ചെയ്യാൻ ഞാൻ കൽപ്പിച്ചിട്ടില്ല, ഫഹുവ റദ്ദുൻ, അത്തരം കർമ്മങ്ങളെ നിങ്ങൾ തള്ളിക്കളയണം എന്നതാണ്. മൻ അഹദസ ഫീ അംറിനാ ഹാദാ, നമ്മുടെ ഈ ദീനിയായ കാര്യത്തിൽ ആരെങ്കിലും ഒരു പുതിയ കാര്യം കടത്തിക്കൂട്ടിയാൽ ഫഹുവ റദ്ദുൻ, കൊണ്ടുവന്നവനെയും കൊണ്ടുവന്ന അമലിനെയും നിങ്ങൾ തള്ളിക്കളയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും ഒരു പുതിയ അനുഷ്ഠാനമോ ആചാരമോ ദീനിൽ കടത്തിക്കൂട്ടിയാൽ എന്നിട്ട് അതിന് പുണ്യവും വണ്ണവും എണ്ണവും ദിവസവും സമയവും നിശ്ചയിച്ചു കൊടുത്താൽ ആ വ്യക്തി യറാഹ ഹസന, അത് നന്മയായി നോക്കിക്കണ്ടാലും ശരി, ഫഖദ് സഅമ, അവൻ വാദിക്കുന്നത് അന്ന മുഹമ്മദൻ ഖാന റിസാല, മുഹമ്മദ് നബി ചതിയനാണ്, റിസാലത്ത് കൊണ്ടുവന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചതി നടത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരു പുണ്യമുണ്ടായിട്ട് എന്തുകൊണ്ട് റസൂലുള്ളാഹി അത് മറച്ചുവെച്ചു എന്ന് വാദിക്കുന്നതിനും അങ്ങനെ അംഗീകരിക്കുന്നതിനും തുല്യമാണ് പുതിയ ഒരു കാര്യത്തെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇമാം മാലിക് റഹ്മഹുല്ലാഹ് ഓർമ്മപ്പെടുത്തിയത്. പരിശുദ്ധ ഖുർആൻ പോലും സൂറത്തുൽ ഹഖയിലൂടെ നബിക്ക് നൽകുന്ന അതിശക്തമായ ഒരു താക്കീതുണ്ട്. അല്ലാഹു പറഞ്ഞു, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, നമ്മുടെ മേൽ നിന്റെ വക നീ എന്തെങ്കിലും കൂട്ടി പറഞ്ഞാൽ ലഅഖദനാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, നിന്റെ കൊരവള്ളിയും ജീവനാടിയും നമ്മുടെ വലത് കരം കൊണ്ട് അറുത്ത് കളയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത്. ശാരിഅ് അല്ലാഹുവാണ്, മതനിയമങ്ങളും മതാനുഷ്ഠാനങ്ങളും നിയമമാക്കി തരാൻ അർഹതപ്പെട്ട ശാരിഅ് അല്ലാഹു മാത്രമാണ്. ആ അല്ലാഹുവിന്റെ അധികാരത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും കൈകടത്താനുള്ള അവകാശമില്ല. അല്ലാഹുവോട് ഒരു കാര്യത്തെ നന്മയായും പുണ്യമായും പഠിപ്പിക്കേണ്ടത്, അത് പഠിപ്പിക്കുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റു പറഞ്ഞാൽ നബിയെ കൊന്നുകളയുമെന്നാണ് അല്ലാഹു ഖുർആനിലൂടെ താക്കീത് നൽകുന്നത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യു സമാഇൻ തുളില്ലുനി വഅയ്യു അർളിൻ തുഖില്ലുനി ഇദാ ഖുൽതു അലല്ലാഹി മാ ലാ അഅലം, ഏത് ആകാശമാണ് എന്നെ ഏറ്റെടുക്കുക, ഏത് ഭൂമിയാണ് എനിക്ക് അഭയം നൽകുക, എന്റെ അല്ലാഹുവിന്റെ പേരിൽ ഞാൻ എന്തെങ്കിലും എന്റെ വക കൂട്ടിപ്പറഞ്ഞാൽ എന്ന് ലോകത്തെ ഏറ്റവും വലിയ ഔലിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ്. അതുകൊണ്ട് ഇത് ഗൗരവപ്പെട്ട കാര്യമാണ്. രാവും പകലും സ്വർഗ്ഗം ലക്ഷ്യം വെച്ച് കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ അധ്വാനങ്ങൾ വിഫലമാവാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ നുബുവത്തിന്റെ കയ്യൊപ്പും റിസാലത്തിന്റെ അംഗീകാരവും ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ബാധ്യതയുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഒരിക്കൽ ഒരു പള്ളിയിലേക്ക് കയറുകയുണ്ടായി. അവിടെ ചില ആളുകൾ വട്ടത്തിലിരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും കൈകളിൽ 100 കല്ലുകളുണ്ട്. അവർ എണ്ണം പിടിച്ച് വട്ടത്തിലിരുന്ന് ദിക്ർ ചൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അദ്ദേഹം കയറി ചെന്ന് അഷ്റഫുൽ ഖൽഖിന്റെ ആ സ്വഹാബി അവരോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ മരിച്ചിട്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ മരിച്ചിട്ടില്ല, ആ പ്രവാചകൻ ഉപയോഗിച്ച പാത്രങ്ങൾ ദ്രവിച്ചിട്ടില്ല, അദ്ദേഹം ഉപയോഗിച്ച വസ്ത്രം ഇതുവരെ തുരുമ്പിപ്പോയിട്ടില്ല, പ്രവാചകന്റെ ശേഷിപ്പുകൾ അവശേഷിക്കുന്ന ഈ ഓർമ്മകൾ നിലനിൽക്കുന്ന മണ്ണിൽ ഇത്രയും അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചു തരാത്ത രീതിയും രൂപത്തിലും പുതിയ ഒരു ശൈലിയിലേക്ക് നിങ്ങൾ ദീനിനെ കൊണ്ടുപോവുകയാണോ? വല്ലാഹി ലഅഖ്റുബന്ന ഹാദൽ മസ്ജിദ്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ ഈ പള്ളി അടക്കം ഞാൻ പൊളിച്ചിടുമെന്നാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അരുമശിഷ്യനും തഫ്സീറിന്റെ രചയിതാവും അങ്ങനെ ഏറ്റവും വലിയ ദീനിന്റെ പ്രകാശം ഖുർആനിന്റെ വെളിച്ചം ജനങ്ങൾക്ക് എത്തിച്ചു തന്ന ആ സ്വഹാബി പെരുമാറിയ രീതി അത്ര ധാർമ്മിക രോഷത്തോടു കൂടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനെ അതേപോലെ ഫോളോ ചെയ്യുക എന്നതല്ലാതെ
നമ്മുടെ വക നമസ്കാരമല്ലേ, നോമ്പല്ലേ, വിക്റല്ലേ, ദുആഅല്ലേ എന്ന് പറഞ്ഞ് കടത്തിക്കൂട്ടാനുള്ള നിവൃത്തി നമുക്കില്ലാത്തതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു റാത്തീബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു നൂറാനിയത്ത് നമ്മുടെ ജീവിതത്തിൽ പാടില്ലാത്തതാണ്. നബി തങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അതാണ് ചാണിന് ചാണായി നമ്മൾ സ്വീകരിക്കേണ്ടത്. അതല്ലാത്ത പക്ഷം അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മുടെ അമലുകൾ ഉണ്ടാവില്ല. എന്റെ നേതാവ് പറയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാനല്ല, ഖുർആനും ഹദീസും എന്നെ എന്തു പഠിപ്പിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹിനെ കുറിച്ചറിയണം, റസൂലിനെ കുറിച്ചറിയണം, നമസ്കാരത്തെ കുറിച്ചറിയണം, പരലോകത്തെ കുറിച്ചറിയണം, റിസാലത്തിനെ കുറിച്ചറിയണം. അത് നിർബന്ധമാണ് എന്ന് ഇസ്ലാം അനുശാസിക്കാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രംഗത്ത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ഓരോ ചുവടും മുന്നോട്ട് വെക്കാനുള്ള തൗഫീഖ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന തെറ്റുകൾ ഞങ്ങളോട് പൊറുക്കണമേ അല്ലാ. ചെറുതും വലുതുമായി വന്നുപോയ പാപങ്ങളെ ഞങ്ങളോട് മാപ്പാക്കി നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന അബദ്ധങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ അല്ലാ. അറിഞ്ഞതിനനുസരിച്ച് നിന്റെ ആരാധനാ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്താൻ പടച്ചവനെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ്, വേദന കൊണ്ട് പുളയുന്നവരാണ്, പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തവരും ഹോസ്പിറ്റലിൽ കാല് പൊട്ടി കിടക്കുന്നവരുമുണ്ട്. റഹ്മാനായ റബ്ബേ, അവരുടെ രോഗങ്ങൾക്ക് നീ പൂർണ്ണമായ ശിഫാഇനെ പ്രദാനം ചെയ്യണമേ അല്ലാ. അനുഭവിക്കുന്ന ശാരീരിക രോഗങ്ങൾക്ക് നീ പരിഹാരമുണ്ടാക്കി നൽകണമേ അല്ലാ. ജീവിതാവസാനം വരെ നിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള ആഫിയത്ത് തന്ന് ഞങ്ങളോട് കരുണ കാണിക്കണം റഹ്മാനെ. പടച്ചവനെ, സാമ്പത്തിക പരാധീനതകൾ കൊണ്ട് പൊറുതിമുട്ടുന്നവരും കടം കൊണ്ട് വീർപ്പുമുട്ടുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ കടം നീ വീട്ടി നൽകണമേ അല്ലാ. ഞങ്ങളുടെ ഉപജീവനത്തിലും ജോലിയിലും കൂലിയിലും നിന്റെ ബറക്കത്തും റഹ്മത്തും നിറച്ചു നൽകണമേ അല്ലാ. അല്ലാഹുവേ, ആരുടെ മുൻപിലും കൈനീട്ടേണ്ടതില്ലാത്ത വിധത്തിലുള്ള ഒരൈശ്വര്യവും ധന്യതയും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ ഇന്ന് ഖബറിന്റെ വീട്ടിലാണ്. അവരുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റണമേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ പരിഗണിക്കണമേ റഹ്മാനെ. അവർ ചെയ്തു കൂട്ടിയ പാപങ്ങളും ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളും ഞങ്ങളോട് പൊറുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ മറ്റൊരു വിഭാഗം നരകത്തിലേക്ക് വലിച്ചിറക്കപ്പെടുമ്പോൾ സ്വർഗപൂങ്കാവനത്തിലേക്ക് പോകുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാ. അല്ലാഹുവേ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ അല്ലാ. അമലുകൾ സ്വീകരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ അല്ലാ. ഞങ്ങളുടെ അധ്വാനങ്ങൾ നാളെ പരലോകത്ത് വിഫലമാകുന്ന ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.